പരീക്ഷയുടെ സമയമാകുമ്പോൾ ഹാളിൽ ചെന്നാൽ ഒന്നും എഴുതാൻ പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ പിന്നിലെ റീസൺസ് എന്താണ്? ആങ്സൈറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആങ്സൈറ്റി ഉണ്ടാവുന്നത് ഒരു സിമ്പിൾ റീസൺ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. ആങ്സൈറ്റി. അപ്പോൾ ഈ ടെൻഷൻ അടിച്ച് ഇത്രയും നടക്കുന്ന ഒരു കൊച്ചിന് വൈറ്റമിൻ ഡി നോർമലായാൽ ചിലപ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചിലപ്പം നമുക്ക് ജസ്റ്റ് വൈറ്റമിൻ ഡി കൊടുത്ത് തീരാവുന്ന സംഗതിയേ ഉള്ളൂ. എന്താണ് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാത്ത കുറേ റീസൺസ് കുറേ പേര് പറയുന്നതെന്ന് വെച്ചാൽ വെരി കോസ്റ്റ്ലി ടെസ്റ്റ് എന്ന് പറയും. നമ്മൾ ചെക്ക് ചെയ്യാൻ പോയി അതിനൊരു 1500 രൂപയുണ്ട് ആ ടെസ്റ്റിന്. പക്ഷെ വൈറ്റമിൻ ഡി ഇഞ്ചക്ഷനോ മരുന്നിനോ അതിൻ്റെ ഒരു 1/10 വിലയും കൂടി ഇല്ല. ടെസ്റ്റിനാണ്. പക്ഷെ അതും നമ്മൾ പിള്ളേരുടെ ഒരു ഫ്യൂച്ചറും അവരുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എല്ലാം കൂടെ നോക്കുമ്പോൾ ഇറ്റ്സ് നത്തിങ്. സോ ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബെനിഫിറ്റ് യുവർ ചൈൽഡ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ കുറേ പേര് വിചാരിക്കും ഇത്രയും ഇത് കോസ്റ്റ്ലി ടെസ്റ്റാണ്, ഇത് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നവരുണ്ട്. ചിലർ കുട്ടിയല്ലേ അപ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യുന്നുള്ളവരും ഉണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്താൽ ഡെഫിനറ്റ്ലി അവർ ചെയ്യും.